ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ ഭയങ്കര സങ്കടത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടോ. ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സുള്ളവർക്ക് അല്ലെങ്കിൽ ഹൃദയമുള്ളവർക്ക് സങ്കടപ്പെടാതെ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയും അങ്ങനത്തെ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാടാനപ്പള്ളിയിലാണ്. വാടാനപ്പള്ളി പഞ്ചായത്തിൽ ഗണേശമംഗലം ബീച്ച് എന്നൊക്കെ പറയും. കടല് ഇവിടെ കുഴിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ തകർന്ന് പോകുന്നു. നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ചിരുന്ന ചില വീടുകളൊക്കെ തന്നെയാണിത്. കഴിഞ്ഞ വർഷം പക്ഷേ ഇത്രയും ഒരു ഭീകരാവസ്ഥ ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഈ വീടിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ നടന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അതിൻ്റെ അടുത്ത് പോവുക പോലും നമുക്ക് ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. ആ വീടിൻ്റെ ഒരു നിൽപ്പ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു വീടിൻ്റെ അടിഭാഗമെല്ലാം തുരന്നെടുത്തിട്ട് അടിയിൽ നിന്നെല്ലാം തുരന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും അങ്ങോട്ട് മറന്നു വീഴാം ഈ വീട്. അതുപോലെ തന്നെ ഇവിടത്തേക്ക് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ. ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെയൊക്കെ നോക്കി കുഴിച്ചെടുത്ത് കൊണ്ടുപോയിരിക്കുക കേട്ടോ. അതിഭയങ്കരമായിട്ട് കുഴിച്ച് കൊണ്ടുപോവുകയാണ് ഇവിടെ. മണ്ണ് എത്ര ഹൈറ്റിൽ ഒരാളുടെ ഹൈറ്റിലൊക്കെ ഉണ്ടായിരുന്ന മണ്ണിനെ അപ്പോൾ കുഴിച്ച് കൊണ്ടുപോയിരിക്കുക. തെങ്ങുകളൊക്കെ കിടക്കുന്നതാണോ. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട് ഇതുവരെ കുഴിച്ചിട്ടില്ല. അതിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും അതും കുഴിച്ച് കൊണ്ടുപോവാം. അപ്പോൾ അപ്പുറത്ത് വീടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു വീട് മറിഞ്ഞ് വീണ വീടുണ്ട്. അങ്ങനെ നിരവധി വീടുകളുള്ളൊരു ഏരിയ ആണ്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അടുത്തൊക്കെ വീടുകളും സ്ഥാപനങ്ങളും അവിടെ ഇവിടെ വീടുകളുണ്ട്. പണി തീരാത്തൊരു വീട്. ഇത് ഭയങ്കര ദയനീയമായിട്ടൊരു കാഴ്ചയാണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം അധികം വീടുകളൊന്നും അവിടെ ഇല്ല. അവിടെ ഉണ്ടായിരുന്ന 40-40ഓളം വീടുകൾ ഇതുപോലെ ദയനീയതയിൽ തന്നെയാണ് അവിടുത്തെ വീടുകളും കടലിൽ പോയത്. അന്നൊക്കെ അത് ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അവിടെ നടക്കുമ്പോൾ അവിടെ വീടുകളൊന്നുമില്ല. വളരെ എന്താ പറയുക, വീടുകളെല്ലാം പോയിട്ട് ഒരു ജനങ്ങൾ ആരും ഇല്ലാത്തൊരു ഏരിയ ആണ് അവിടെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏരിയയാണ് ഇവിടുത്തെ വീടുകൾ. ഇവിടെ ഈ കടലാക്രമണം തുടങ്ങിയിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല. കടലാക്രമണം ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും. ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ കടൽ കയറാറുണ്ട്. അത് ആവാറുണ്ട്. പക്ഷേ ഇതുപോലെ കടൽ കവർന്നെടുത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ അധികം വർഷങ്ങളായിട്ടില്ല. എത്ര വീടുകളാണ് ഇവിടെ നശിച്ചു പോയെന്ന് പറയും. നമ്മൾ അങ്ങോട്ട് നടക്കാൻ നോക്കാം. അങ്ങോട്ട് നടന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാഴ്ചകളും കൂടെ കാണിച്ചു തരാം. ഇതാ ഇവിടെയൊക്കെ വീടുകളുണ്ട്. ആൾ താമസമുള്ള വീടുകളുണ്ട്. ഈ രണ്ട് വീടും നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ച വീടുകളാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഇത് ഇത്രയും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഇതിനെ തകർക്കാനുള്ള പരിപാടിയാണ്. കഴിഞ്ഞ വർഷം ഇങ്ങനെ തകർന്നിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലൊക്കെ വെള്ളം കയറിയിരുന്നു. ആൾ താമസിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ തകർന്ന് വീണിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ തലയൊക്കെ തുറന്നെടുത്ത് ഇതിനെ ഏത് നിമിഷവും നിലം പൊത്തിക്കാനുള്ളൊരു പരിപാടിയാണ്. ഇവിടെ തെങ്ങുകളൊക്കെ കണ്ട തെങ്ങുകളൊക്കെ മറിഞ്ഞ് വീണ് ഫ്രണ്ടിൽ പോലെയായിട്ട് തെങ്ങുകൾ ഇപ്പോൾ വീണിട്ടുള്ള തെങ്ങുകളാണ്. അവിടെ ആ വീട് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് വീഡിയോ കാണിക്കാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഞാൻ വീഡിയോ കാണിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ അത് നിൽക്കുന്ന ഒരവസ്ഥ കണ്ടോ, എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കണ്ടോ. വളരെ ദയനീയമാണ്. കാണുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വീടിൻ്റെയൊക്കെ ഉടമസ്ഥർ എത്രത്തോളം മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. നമ്മൾ കാണുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഒരു വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആയുസ്സിൽ ഒരിക്കലേ നമ്മൾ വീട് വയ്ക്കാറുള്ളൂ. ആയുസ്സിൻ്റെ സമ്പാദ്യം മൊത്തം എടുത്തിട്ടായിരിക്കും ഒരാളൊരു വീട് വയ്ക്കുന്നത്. സമ്പാദ്യം മാത്രമല്ല, പിന്നെ കടവും വാങ്ങി ഒക്കെയാണ് പലരും വീട് വയ്ക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കടം വാങ്ങിയും ആയുസ്സിൻ്റെ സമ്പാദ്യങ്ങൾ മൊത്തം എടുത്തും സ്വപ്നങ്ങളൊക്കെ കൂട്ടി വെച്ചുമൊക്കെയാണ് വീട് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആ സ്വപ്നങ്ങളൊക്കെ ഒരു ദിവസം അവർക്ക് എത്രത്തോളം വിഷമമുണ്ടാവും നമ്മൾ കാണുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് തീരദേശത്തിൻ്റെ കഥ. ഈ കഥയൊക്കെ പറയുമ്പോഴും പരിഹസിക്കാൻ ഒരുപാട് പേര് വരാറുണ്ട്. ഞാൻ അവരെ എന്ത് പറഞ്ഞാണ് ബോധ്യപ്പെടുത്തുകയെന്ന് എനിക്കറിയില്ല. അതായത് ഇവിടെയൊക്കെ നിൽക്കുന്ന ആ തെങ്ങുകളും അവിടെയൊക്കെ തെങ്ങുകൾ, ഈ വീടിനേക്കാളും ഫ്രണ്ടിൽ കടലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ തെങ്ങുകളും അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബോധമുള്ളവർക്ക് മനസ്സിലാവും അത് എത്ര വർഷമായിട്ട് ആ തെങ്ങുകൾ അവിടെ ഉണ്ട് എന്നുള്ളത്.
അപ്പോൾ ഈ വീടുകളും അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അല്ലാതെ കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടി കടലിൻ്റെ അടുത്ത് കൊണ്ട് വീട് പണിത് ഇരിക്കുന്ന ആൾക്കാരല്ല ഇത്. ഇവർ മത്സ്യത്തൊഴിലും അതുപോലെ മറ്റ് തൊഴിലുകളും ഒക്കെ ആയിട്ട് ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് ഈ നാട്ടിൽ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ അവരൊക്കെ ഇവിടെ നിന്ന് പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഇടിഞ്ഞ് വീഴും വീട്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണതും സേഫ് അല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. എത്ര നല്ല വീടായിരുന്നു നോക്കിയേ. കണ്ടോ, ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ വീടിന്? തിര അതിഭയങ്കരമായിട്ടാണ് വരുന്നത് കേട്ടോ. ഭയങ്കര തിരമാലകളാണ് വരുന്നത്. പത കണ്ട, നൊരഞ്ഞ് പതഞ്ഞിട്ടാണ് തിരമാലകൾ വരുന്നത്. വെള്ളം കയറിയിട്ട് കെട്ടി നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ. കടല് കയറിയതാണ് കേട്ടോ. കയറിയിട്ട് ചെളിയും ഒക്കെ ആയിട്ട് കെട്ടി നിൽക്കുന്നുണ്ടോ. നല്ലപോലെ കടൽ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ വീടുകളുണ്ട്. അതിൻ്റെ പുറകിൽ അവിടെ കാണുന്നത് ഒരു സ്ഥാപനമാണ് കേട്ടോ, ഒരു മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ വീടിൻ്റെ കവർന്നെടുക്കുന്ന കാഴ്ച കണ്ടോ. അതിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ കവർന്നെടുത്ത് പോയിക്കൊണ്ടിരിക്കുക. അടിയിൽ നിന്ന് വീടിൻ്റെ തറയുണ്ടല്ലോ, അടിത്തറ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാന്തി അടിയിൽ നിന്ന് മണ്ണും കല്ലും എല്ലാം പോയി കഴിയുമ്പോൾ ആ വീടൊക്കെ മറിഞ്ഞു വീഴും. അങ്ങനെയാണ് എല്ലായിടത്തും സംഭവിക്കണേ. അത് തന്നെ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കടൽഭിത്തി, തകർന്ന കടൽഭിത്തിയാണ് ഈ കാണുന്നത്. കല്ലുകളെല്ലാം ഇത്ര ചെറുതായി പോയി. അതായത് വലിയ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന കടൽഭിത്തിയും അതുപോലെ ഇതിലൊരു റോഡ് ഉണ്ടായിരുന്നു, റോഡ് പോകുന്നുണ്ടായിരുന്നു, ഒരു തീരദേശ റോഡ് ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇപ്പോൾ ഈ അവസ്ഥയിലാണ് എടുക്കണത്. കഴിഞ്ഞ മുന്നത്തെ വർഷം ഞാനിവിടെ വന്നപ്പോൾ അതിലെ ആ റോട്ടിലൂടെയാണ് വന്നത്. അവിടെ നിന്ന് വണ്ടി ഓടിച്ച് റോഡിലൂടെ വന്നിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത്. ഇപ്പോൾ ആ റോഡൊക്കെ പോയി. ഇപ്പോൾ ഇവിടെ കുറച്ച് കല്ലുകൾ മാത്രമേ ഉള്ളൂ, കടൽഭിത്തിയുടെ കല്ലുകൾ, റോഡിൻ്റെ കുറച്ച് കല്ലുകളും അവശിഷ്ടങ്ങളും ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പോയി. ഇവിടെ ഒരു റോഡ് വന്ന് അവസാനിക്കുന്നുണ്ട്. ഈ റോഡ് ശരിക്കും ഇവിടെ അവസാനിക്കില്ല. അവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു, ആ റോഡിലേക്ക് മുട്ടായിരുന്നു. ഇവിടെ ഒരു ടി ജംഗ്ഷൻ ആയിരുന്നു. ഈ റോഡും ആ റോഡും മുട്ടുന്ന ഒരു ടി ജംഗ്ഷൻ ആയിരുന്നു. ഇവിടെ ഒരു ജംഗ്ഷൻ ആയിരുന്നു. അതിൻ്റെ അപ്പുറത്ത് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നതും ഒക്കെ മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ സ്ഥലമൊക്കെ. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, അതെല്ലാം കവർന്നെടുത്ത് പോയി. ഇതാ ഇവിടെ ഒരു കട, ഇവിടേക്കൊക്കെ വെള്ളം കയറി. ഇതാ കടയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വീടുകളുണ്ട്, അവിടെ വീടുണ്ട് കേട്ടോ. പത നോക്കിയേ, പത കണ്ടോ, നല്ല സോപ്പ് പൊടി സർപ്പൊക്കെ ഇട്ട് പതച്ച പോലെയാണ് പത. കണ്ടോ, ഈ വീടും ഇതിൻ്റെ ഒരു മതിലുണ്ടായിരുന്നു. ആ മതിലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഞാൻ വണ്ടി വെച്ചിട്ട് വന്നിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളതാ. അത് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും 2 വർഷം കൊണ്ടാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ഇവിടെ വന്നത്. അതിൻ്റെ പുറകിൽ അവിടെയൊക്കെ ആ വീടുകളിലൊക്കെ ആൾ താമസമുള്ളതാണ് കേട്ടോ. അവിടെയൊക്കെ വീടുകളിലൊക്കെ ആൾ താമസമുണ്ട്. ഇപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ താമസിക്കാൻ പറ്റാതായി കഴിഞ്ഞ വർഷം മുതൽ. എന്താ അവസ്ഥ, മരങ്ങളൊക്കെ കെടുപ്പ് കണ്ടോ. അവിടെ വരെ റോഡ് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്ത് കൂടെ വരാം. അപ്പുറത്ത് കൂടെ വന്നിട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം വീട്, ആ റോഡൊക്കെ. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. ഇത് കഴിഞ്ഞ വർഷം താമസിക്കാൻ പറ്റാതായത്. അങ്ങനെ ഇവിടുത്തെ ഒരു അവസ്ഥ ശരിക്കും ഭയങ്കര അതീവ ദയനീയമാണ്. നമ്മുടെ അവിടെ ഒരു കുറച്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന പോലത്തെ കാഴ്ചകളാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. നമ്മുടെ നാട് പിന്നെ അവിടെ ഏകദേശം തീരുമാനമായി. ഇനി എൻ്റെ വീടും അങ്ങനെ കുറച്ച് വീടുകളൊക്കെ ആയിട്ട് അടുത്ത ഘട്ടം ആണുള്ളത്. 1ാം ഘട്ടം അവിടെ പൂർത്തിയാക്കി കടൽ.
ഇവിടെ ഒന്നാം ഘട്ടം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇനിയും കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ, കാഴ്ചകളില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടാൽ നമ്മുടെ തന്നെ മനസ്സ് മരവിക്കും. അപ്പോൾ അതുകൊണ്ട് കാണിക്കാത്തതാണ്. ഇനിയും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതിനി പിന്നെ നമുക്ക് അടുത്ത ദിവസം ഒക്കെ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാലേ എൻ്റെയും മനസ്സ് മരവിക്കും, നിങ്ങൾ കാണുന്നവരുടെയും മനസ്സ് മരവിച്ചു പോകും. അതുപോലത്തെ സങ്കട കാഴ്ചകളാണ്. അല്ലാതെ നമ്മൾ യൂട്യൂബ് കാണുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ കുറച്ച് മനസ്സിന് കുറച്ച് സന്തോഷം കിട്ടാനൊക്കെ അല്ലേ. നിങ്ങൾ അത് ഇപ്പോൾ ഫേസ്ബുക്കോ യൂട്യൂബോ ഓൺ ചെയ്ത് നിങ്ങളത് കാണുന്നത് നിങ്ങളുടെ മനസ്സിന് കുറച്ച് സന്തോഷം കിട്ടാനായിരിക്കും. പക്ഷേ ഈ സങ്കട കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങളും കൂടി സങ്കടപ്പെടില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് ഇവിടെ നിർത്താം. ബാക്കി കാഴ്ചകൾ പിന്നെ ഞാൻ പോട്ടേട്ടാ. ഇനി അപ്പുറത്ത് കൂടെ പോയിട്ടേ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദാ ഇവിടം വരെ റോഡുണ്ട് കേട്ടോ. മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ റോട്ടിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ നേരെ അങ്ങോട്ട് വാടാനപ്പള്ളി ബീച്ചിലേക്കൊക്കെ ഇതിലെ അങ്ങ് പോകാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ, അതായത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏങ്ങണ്ടി വരുന്ന പോലും ആ റോട്ടിൽ കൂടെ, ബീച്ച് റോട്ടിൽ കൂടെ വന്നിട്ട് ഇതിലേ വന്ന് വാടാനപ്പള്ളി ബീച്ച്, സ്നേഹതീരം അങ്ങനെ പോകാൻ പറ്റുമായിരുന്നൊരു റോഡാണിത്. ഇപ്പം നമ്മൾ വന്നത് അപ്പുറത്താണ്, അപ്പുറത്ത് വന്ന് കയറി. ഇപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ പോകാൻ പറ്റാണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് കൂടെ വളഞ്ഞ് അതിലാണ് വന്നത്. ഇപ്പോൾ അവിടെയാണ് നമ്മൾ വന്ന് നിന്നത്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഈ വീടൊക്കെ ഇപ്പോഴും ആൾതാമസമുള്ള വീടാണ്. ഇവിടെയൊക്കെ ആകെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കടൽ. തകർത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ കടൽ ഭിത്തി, അവിടെ നിന്ന് കുറച്ച് ഏരിയ കടൽ ഭിത്തി ഉണ്ട്. ഇവിടുത്തെ കടൽ ഭിത്തി എല്ലാം അടിച്ച് കയറ്റിയതാണ്. ഇവിടുന്ന് ഓരോന്നായിട്ട് തകർത്ത് ഇങ്ങനെ വരികയാണ് കടൽ ഭിത്തി. കണ്ട, ഫുള്ളായിട്ട് തകർത്തു. അതിദയനീയമായിട്ടുള്ള അവസ്ഥ. അതിൽ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. കണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ ബദർപള്ളി. പണ്ട് നമ്മൾ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബദർപള്ളിയും ഇവിടെ തന്നെയാണ്, കടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഇവിടെ കടൽ ഭിത്തി ഉണ്ട് കുറച്ച്, അതുകൊണ്ട് ഒരുവിധം സേഫായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് തകർന്നു. എന്നാൽ ഈ ഒരു റോഡ് കണ്ടോ, ഈ റോഡാണ് അങ്ങോട്ട് പോയിരുന്ന റോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ റോഡ്. ബദർപള്ളിയുടെ അവിടെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, കാരണം ഇവിടെ കടൽ ഭിത്തി ഉണ്ട്.